അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ 3ാമത്തെ ഭാഗത്തുണ്ടാകും. അതെടുത്ത് 2ാമത്തെ ഭാഗത്തിലേക്ക് എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വുളൂഇൽ ചെവി രണ്ടും. അപ്പോൾ വുളൂഇൽ ചെവി രണ്ടും എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആ 3ാമത്തെ ഭാഗമുള്ളതൊന്ന് വായിച്ചു നോക്കാം. കഴുകുക, രണ്ടാകുന്നു, ഒന്നിച്ചു തടവുക, ഇബാദത്ത് ആണ് അല്ലാഹു. അപ്പോൾ ഒന്നാമത്തത് വുളൂഇൽ ചെവി രണ്ടും എന്താണ് ചെയ്യേണ്ടത്? ഒന്നിച്ച് തടവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരി. അതിന് നേരെ എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് നിസ്കാരം ഏറെ പുണ്യമുള്ള എന്താണ് അവിടെ നിന്ന് എടുത്തെഴുതാനുള്ളത്? ഇബാദത്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തതിന് നേരെ ഇബാദത്താണ് എന്ന് 3ാമത്തെ ഭാഗത്ത് നിന്നും എടുത്തെഴുതി കൊടുക്കുക. 3ാമത്തെ ചോദ്യം, ഇബാദത്തിന് അർഹൻ ആരാണ്? അള്ളാഹു. അപ്പോൾ അവിടെ അള്ളാഹു എന്നെഴുതുക. 4ാമത്തത് ഷഹാദത്ത് കലിമ രണ്ടാകുന്നു. അപ്പോൾ അവിടെ രണ്ടാകുന്നു എന്ന് എഴുതി കൊടുക്കുക. 5ാമത്തെ ചോദ്യം, വുളൂഇൽ മുൻകൈ രണ്ടും എന്താണ് ചെയ്യേണ്ടത്? മുൻകൈ രണ്ടും കഴുകുക. അപ്പോൾ കഴുകുക എന്നുള്ളത് 5ാമത്തതിന് നേരെ എഴുതി കൊടുക്കുക. ഇനി 2ാമത്തെ പ്രവർത്തനമാണ് വിട്ടത് ചേർക്കാം ക്രമപ്രകാരം. അപ്പോൾ അവിടെ ക്രമപ്രകാരമായിട്ട് വിട്ടത് ചേർത്തി കൊടുക്കാനാണ്. 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് ഡാഷ് അസ്വർ, പിന്നെ 3ാമത്തതും ഡാഷ്, അടുത്തത് ഇഷാ, ഏറ്റവും അവസാനത്തതും ആണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തത് ഏതാണ്? ലുഹറാണ്. അവിടെ ലുഹർ എന്ന് എഴുതി കൊടുക്കുക. ലുഹർ കഴിഞ്ഞാൽ അസ്വർ, അസ്വർ കഴിഞ്ഞാൽ മഗ്രിബ്, മഗ്രിബ് കഴിഞ്ഞാൽ ഇഷാ, ഇഷാ കഴിഞ്ഞാൽ സുബ്ഹ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ക്രമത്തിലാക്കി എഴുതാനുള്ളത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ 5 വക്താണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും 5 വക്ത് നമ്മൾ പഠിച്ച് പോകണം. പിന്നെ 2ാമത്തത് അഷ്ഹദു ഡാഷ് മുഹമ്മദൻ ഡാഷ് അള്ളാഹ്. അപ്പോൾ അത് പൂരിപ്പിച്ച് വിട്ട ഭാഗം ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? അവിടെ അന്ന എന്നും പിന്നെ റസൂലു എന്നുള്ളതുമാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വായിക്കും. അപ്പോൾ ആ 2 ഷഹാദത്ത് കലിമയും നമ്മൾ പഠിച്ചു പോകൽ നിർബന്ധമാണ്. ഷഹാദത്ത് കലിമ മാത്രമല്ല, നമ്മളവിടെ പഠിക്കുന്ന ഇസ്ലാം കാര്യങ്ങൾ മുഴുവൻ, ഈമാൻ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാം നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ഈ ഒരു രൂപത്തിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ആ ഒരു രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 3ാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഉത്തരം എഴുതാം എന്നുള്ള ഭാഗത്ത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യം, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? ആരെയാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടം? ഉത്തരം നിസ്കരിക്കുന്നവനെ. അപ്പോൾ നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിസ്കരിക്കുന്നവനെ എന്നുള്ളതാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതാനുള്ളത്. 2ാമത്തെ ചോദ്യം, വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ? അപ്പോൾ നമ്മൾ വുളൂഇൽ 2 നിയ്യത്തുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള ആ ഒരു നിയ്യത്ത് എന്ന ആ കരുതണം അതെപ്പോഴാണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ? ഉത്തരം മുഖം കഴുകുമ്പോൾ. മുഖം കഴുകുമ്പോഴാണ് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതേണ്ടത്. ഇനി 3ാമത്തെ ചോദ്യം, ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് നീങ്ങും എന്ത്? എന്താണ് മുതലായവ കൊണ്ട് നീങ്ങുക? ബുദ്ധിയുടെ വകതിരിവ്. അപ്പോൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങളാണ് ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ബുദ്ധിയുടെ വകതിരിവ് എന്നുള്ളതാണ്. 4ാമത്തത് ഇസ്ലാം കാര്യങ്ങളിൽ 3ാമത്തത് ഏത്? ഇസ്ലാം കാര്യങ്ങളിൽ 3ാമത്തേത് ഏതാണ്? സകാത്ത് കൊടുക്കുക. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ മേലെ പറഞ്ഞതുപോലെ ഇസ്ലാം കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു പോകേണ്ട ഒന്നാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാം കാര്യങ്ങളിൽ 3ാമത്തതാണ് ഇത് സകാത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ 5 നിർബന്ധമായിട്ടും പഠിച്ചു പോവുക.
ഇനി നാലാമത്തെ പ്രവർത്തനമാണ് ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയും അല്ലാത്തവയ്ക്ക് തെറ്റും രേഖപ്പെടുത്താം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അവിടെ 5 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഇസ്ലാം കാര്യങ്ങളുമുണ്ട്, ഇസ്ലാം കാര്യങ്ങൾ അല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ മാത്രമാണ് നമ്മൾ ശരിയിടേണ്ടത്, അല്ലാത്തതിന് നേരെ തെറ്റാണ് ഇടേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, മിസ്വാക്ക് ചെയ്യുക. അപ്പം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഏതാണ്? ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണോ? അല്ല. അപ്പോൾ അവിടെ എന്ത് ഇടണം? തെറ്റിടണം. അപ്പോൾ അവിടെ തെറ്റ് എന്ന് ആ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതിന് നേരെ തെറ്റ് അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തത് 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. അപ്പം 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ എന്തിടണം? ശരി അടയാളപ്പെടുത്തണം. മൂന്നാമത്തത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതല്ലേ? അതെ. അപ്പോൾ അതിന് നേരെ ഉള്ള മൂന്നാമത്തതിന് നേരെയുള്ള റൗണ്ടിന് ഉള്ളിൽ എന്ത് ഇടണം? ശരി ഇടണം. നാലാമത്തത് തല തടവുക. തല തടവുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണോ? അല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? തല തടവുക എന്നുള്ളതിന് നേരെ തെറ്റ് അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണോ? ആണ്, അല്ലേ? അപ്പം അവിടെ ഹജ്ജ് ചെയ്യുക എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ നാലാമത്തെ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതിന് തെറ്റ് കൊടുക്കുക, കാരണം അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതല്ല. രണ്ടാമത്തത് 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക, കാരണം അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. മൂന്നാമത്തത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതായതുകൊണ്ട് അവിടെ ശരി നൽകുക. നാലാമത്തത് തല തടവുക എന്നുള്ളതാണ്, അത് തെറ്റാണ്. അപ്പം അതിന് നേരെ തെറ്റ് അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ശരിയാണ്, ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്, അതുകൊണ്ട് അവിടെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തെ ഒരു പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. അവിടെ 2ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അഊദു ബില്ലാഹി ഡാഷ് റജീം. അപ്പോൾ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണത്, അല്ലേ? അഊദു ബില്ലാഹി ഡാഷ് റജീം. അപ്പോൾ നമ്മളെന്താണ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത്, പൂർത്തിയാക്കി കൊടുക്കാനുള്ളത്? മിനശ്ശൈത്വാനി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മിനശ്ശൈത്വാനി എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം എന്ന് വരും. രണ്ടാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കലും ഡാഷ് കയറ്റി ചീറ്റുകയും ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ്? അതോടൊപ്പം മൂക്കിൽ വെള്ളം എന്നുള്ളതാണ് നമ്മളവിടെ ചേർത്ത് എഴുതാനുള്ളത്, അല്ലേ? അപ്പോൾ അവിടെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്ന് വരും. അപ്പോൾ ഇതാണ്. നല്ല രൂപത്തിൽ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കേട്ട് മനസ്സിലാക്കുക. അള്ളാഹു നല്ല ഒരു വിജയം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.